ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുശ്രൂഷയുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ്. ചെറിയ ചെറിയ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ ചികിത്സ തേടാനും ആ വിഷയങ്ങൾ നമുക്ക് പുറത്തു പറയാനും അതല്ലെങ്കിൽ അത് പിന്നീട് ആവട്ടെ എന്ന് ചിന്തിച്ച് മാറ്റി വെക്കുന്നത് നമുക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നതിന് കാരണമാകും. എന്നാൽ ഒരു പരിധി വരെ നമുക്ക് അതിന് പരിഹാരം കാണാൻ ഒരു മെഡിക്കൽ ടീമിന്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ ഉപദേശം കൊണ്ട് നമുക്ക് സാധിക്കും. ഒരു നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ പോലും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും വിലയിരുത്തുകയും അതിന് ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ നൽകി തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഇന്ന് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരുന്നത് ബഹുമാനപ്പെട്ട സത്യൻ സാറാണല്ലോ. സാർ ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോ ഇനിയിപ്പോ നമ്മള് ആദ്യമായി ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയാണ് നമ്മള് വിളിക്കുന്നത്. അവരവരുടെ കാര്യങ്ങൾ പറയുകയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ ഷെയർ ചെയ്യുക. അരമണിക്കൂറാണ് നമുക്കുള്ളത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാവർക്കും ഡോക്ടറുടെ ഉപദേശങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതിന് സംശയ നിവാരണം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വേഗത്തില് നമ്മുടെ കാര്യങ്ങൾ ഡോക്ടറോട് അറിയിക്കുക. ആദ്യമായിട്ട് ഞാൻ രാധാമണി ചേച്ചീനെ സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. രാധാമണി ചേച്ചി ഇല്ലേ? കേൾക്കാൻ പറ്റും? കേക്കാമോ? പറഞ്ഞോളൂ സിസ്റ്റർ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ 8 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതാണ്. എനിക്കിപ്പം വീണ്ടും കാലങ്ങോട്ട് പൊക്കാൻ വയ്യ, നടക്കാനും സാധിക്കുന്നില്ല. എത്ര വയസ്സുണ്ട്? 54. എത്ര ഏത് വശമാണ് തളർന്നു പോയത്? ഫുള്ള് തളർന്നായിരുന്നു. ഇപ്പം ലെഫ്റ്റ് സൈഡ്. അവിടെ എവിടുന്ന ചികിത്സ എടുത്തേ? ഇപ്പം വരുന്നില്ല. ഇപ്പം ഞാൻ കിടപ്പ് രോഗിയല്ല, കിടന്ന സമയത്തായിരുന്നു വരുന്നത്. അല്ല, അത് കുഴപ്പമില്ല. 8 വർഷമായിരുന്നു. അതെ, അവരോടൊന്ന് ഒന്ന് അപേക്ഷിച്ചാൽ അവർ വരും, വീട്ടിൽ വരും. പറഞ്ഞാ വരും സാറേ, പറയാം. അത് ചെയ്യണം കേട്ടോ. പറയാം. വിഷമിക്കണ്ട. അത് മെല്ലെ ശരിയാവും. ഒരു 2 ആഴ്ച തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ശരി സാർ. സിസ്റ്റർ ആൽമരിയ കേൾക്കാവോ? കേൾക്കാം. താങ്ക് യു സാർ. ഓക്കെ, സിസ്റ്റർ ആൽമരിയ കേൾക്കാവോ? മ്യൂട്ട് ചെയ്യൂ. ഈ രാധാമണി സിസ്റ്റർ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടത് പ്രോപ്പർ ഫിസിയോതെറാപ്പിയാണ്. അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, താങ്ക് യു സാർ. അടുത്തായിട്ട് നമ്മള് ജെയിംസ് ബ്രദർ ഉണ്ടല്ലോ അല്ലേ? ജെയിംസ് ബ്രദറിനെ ക്ഷണിക്കുന്നു. ഹലോ സാറേ. പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ് സാറേ. എൻ്റെ കാലില് ഒന്ന് പണിക്ക് പോയപ്പോഴേ കണ്ടത്തിൽ വെച്ച് വലത്തെ കാലിന്റെ തള്ളവിരലിന്റെ അവിടെ ഇങ്ങനെ ഒരു മുറിവ് പോലെ ഉണ്ടായത് അടിവശത്ത്, ആ വിരലിന്റെ ഇടയിൽ. അത് കുറെ നാളായിട്ടും അതിപ്പോ മാറിയിട്ടില്ല. അത് ഇപ്പൊ അത് എനിക്ക് ഷുഗറിന്റെ ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും അത് വല്ലാതെ ആയിട്ട് ഉണ്ട്. അത് അപ്പൊ അതിന് ആശുപത്രി എന്നാളെ ഞാൻ മരുന്ന് മേടിക്കാൻ ചെന്നപ്പോ അവര് ഇതിന്റെ മരുന്നൊക്കെ തന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്കെല്ലാം അത് ഉണ്ടാവുന്നുണ്ട് സാറേ. ഓക്കെ, അത് എത്ര കാലം ബ്രദറിന്റെ മുറിവ് ഉണങ്ങാത്ത? ഇടയ്ക്കെല്ലാം ഉണ്ടാവുന്നുണ്ട്. എത്ര കാലമായിട്ട് മുറിവ് ഉണങ്ങി? വർഷങ്ങളായി. അത് അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഈ ഷുഗറിന്റെ അതൊരു 10-15 വർഷത്തിന് മേളിലായി. പക്ഷെ അന്ന് അവന്റെ മുറിവായിട്ടില്ലായിരുന്നു. അതങ്ങനെ കരിഞ്ഞു. ആ വിരലിന്റെ അവിടെ വല്ലാതെ തടിച്ചു വന്നിട്ടുണ്ടോ? തടിപ്പൊന്നുമില്ല. അതൊരു വെള്ള കളർ ഇങ്ങനെ അതിങ്ങനെ രീതിയിലുണ്ടാവും. നമ്മൾ നനവ് കഴിയുമ്പോൾ. പക്ഷെ അതിനു മുമ്പേ നമുക്ക് ഇത് കൃത്യമായിട്ടൊന്ന് കണ്ടുപിടിക്കണം. അത് എന്ത് പറ്റി? അതിൻ്റെതായിട്ട് ചെറിയ ടെസ്റ്റുകളുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കിയാല് വളരെ സിമ്പിളാണ് കേട്ടോ. അത് സിസ്റ്ററിന് സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അൽമരിയ സിസ്റ്റർ ഒന്ന് കാണിക്കണം. സിസ്റ്റർ സീരിയസ് ആയിട്ട് അസുഖമൊന്നുമില്ല, ഭാരപ്പെടണ്ട കേട്ടോ. പേടിക്കണ്ട. ടെൻഷന്റെ ആവശ്യമില്ല. ധൈര്യമായിട്ടിരുന്നു. മക്കളൊക്കെ വലുതായോ? മോനെ BSc നഴ്സിംഗ് പഠിക്കുന്നു, 2nd ഇയർ.
ആ വലിയ ആളുണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? എന്നാലും ഞാൻ പപ്പയില്ല, അപ്പം പിന്നെ സാരമില്ല, വിഷമിക്കണ്ട കേട്ടോ. കർത്താവ് സഹായിക്കും, പറഞ്ഞു. ഓക്കെ, പേടിക്കണ്ട. ശരി. ഓക്കെ, താങ്ക് യു സാർ. ഇനി ഒരാളും കൂടി ഉണ്ട്. ആള് ജോയിൻ ചെയ്തിട്ടില്ല. ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ചോദിക്കുന്നത്. ഫേബ എന്ന് പറയുന്ന ഒരു മോളാണ്. 25 വയസ്സുണ്ട്. ആളുടെ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു സാർ. ഇനി ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ പെങ്ങളുടെ ഇങ്ങനെ ചെവിയുടെ ഒരു കേൾവിയുടെ കുറവുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ആന്റിയോട് പറഞ്ഞു. ഓക്കെ സാറിനോട് ചോദിച്ചോളൂ കേട്ടോ. അത് ബാക്കിയുള്ളൊരു മ്യൂട്ട് ചെയ്യും. ഹലോ, കേട്ടോ, പറയാം. എനിക്ക് ചെവിക്കാണെങ്കിൽ ഇച്ചിരി കേൾവി കുറവാ. ഇച്ചിരി അല്ല, ഉറക്കം പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉറക്കെ സംസാരിക്കത്തുള്ളൂ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? അങ്ങനത്തെ ഒരു എനിക്ക് 57. ഷുഗർ പ്രഷർ ഒന്നും ഇല്ലല്ലോ? താങ്ക് യു. ഓക്കെ, യെസ് സിസ്റ്റർ മരിയ. ഓക്കെ, താങ്ക് യു സാർ. ഇത്രയും നേരം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്ന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു കൂടെപ്പിറപ്പ്, ഒരു ഫാമിലിയിൽ ഒരാൾ നിന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഒരു മെഡിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ ഒരു ആത്മീയപരമായിട്ടും ഞങ്ങൾക്ക് വേണ്ടി തന്ന നിർദ്ദേശങ്ങൾ ചെയ്തു തന്ന് ഡോക്ടറിനോടെല്ലാം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ഇത്രയും പേഷ്യൻസ് ഉള്ള ഒരു അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, പ്രൈസ് ഗോഡ്.